സിനിമ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞ് കയറി വന്ന കുറേ ആൾക്കാരെ പോലെ ഇവിടെയും അരമണിക്കൂർ കഴിഞ്ഞ ആൾക്കാർ വന്നായിരുന്നു. അവരോട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ശരിക്കും ഇതൊരു കല്യാണം നടക്കേണ്ട ഹോളായിരുന്നു. ഞങ്ങളുടെ സുഹൃത്തിൻ്റെ കല്യാണ ഓഡിറ്റോറിയമാണിത്. ആ കല്യാണ ചെറുക്കനെ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക, എന്ന് റെഡി ആയിട്ടുണ്ട്. പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ, പുള്ളിയുടെ കല്യാണം മുടങ്ങിയാലും പുള്ളിക്ക് ഫാമിലിക്ക് പറഞ്ഞ് നടക്കാൻ ഗർവ് കൊള്ളാൻ പറ്റുന്ന ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള മനുഷ്യനാണ്. ഞങ്ങളെപ്പറ്റി ആരെപ്പറ്റി അങ്ങനെ വീട്ടുകാർക്ക് പറയാനൊന്നും ഇല്ലെങ്കിലും ദീപക് മോഹൻ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം 2010 ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അത് കഴിഞ്ഞ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് പഠനത്തിൻ്റെ ക്വാളിറ്റി കുറവായതുകൊണ്ട് അദ്ദേഹം IIT-യിൽ പോയി മദ്രാസിൽ നിന്ന് ബിടെക് എടുത്ത ആളാണ്. അത് കഴിഞ്ഞ് IIM അഹമ്മദാബാദിൽ പോയി MBA ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ബിടെക് തോറ്റ് എൻ്റെ കൂടെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നു. എൻ്റെ ബന്ധുക്കൾക്ക് എന്നെ വലിയ കാര്യമില്ല. അതിനൊരു പ്രധാന തെളിവെന്ന് പറഞ്ഞാൽ, ഇന്ന് കല്യാണം മാറ്റിവെച്ച കാര്യം അച്ഛൻ പലയിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു തെണ്ടി ഇന്ന് വന്നിട്ടില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്. പക്ഷെ ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് പ്രണയരോഗിയാണ്. അതായത് ഏതൊരു പെണ്ണ് വന്ന് എൻ്റെ അടുത്ത് ഹായ് പറഞ്ഞാലും അപ്പം എൻ്റെ മനസ്സിൽ അതായത് ഞാൻ, അവൾ, അവളുടെ അമ്മ, അവളുടെ അച്ഛൻ, എൻ്റെ അമ്മ. അതാണ് ഞാൻ അപ്പോഴേ കാണുന്ന സ്വപ്നം. പക്ഷെ ഞാൻ കല്യാണത്തിനോട് അടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു പൂർണ്ണമായ സ്വപ്നമല്ല. കാരണം അതിൽ അവളുടെ ചിറ്റപ്പൻ, എൻ്റെ കുഞ്ഞമ്മ, എൻ്റെ കുഞ്ഞച്ഛൻ, അപ്പുറത്തെ അമ്മാവൻ, പാല് തരുന്ന ചേട്ടൻ. അതെ, കല്യാണം എന്ന് പറയുന്നത് ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ജാലിയൻ വാല ബാഗ് തന്നെയാണ്. പിന്നെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഈ കണ്ടന്റ് ഒരിക്കലും എൻ്റെ എക്സ് പാർട്ട്ണറിനെ ഒഫൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതെനിക്ക് പ്രത്യേകിച്ച് എക്സ് പാർട്ട്ണറിനെ പറയാനൊന്നുമില്ല. എന്നെ വെച്ച് നോക്കുമ്പം എൻ്റെ ഭാഗത്ത് തന്നെയാണ് മേജർ തെറ്റെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതെ, അത് ദീപക് എത്ര മോശം മനുഷ്യനാന്ന് പറയണമെങ്കിൽ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഇവൻ IIT IIM ആണ്. ഇവൻ്റെ പഠിപ്പ് തന്നെയാണ് ഇവൻ്റെ പ്രശ്നം. ഇവൻ ഈ IIT IIM എന്നുള്ളത് ഇവൻ ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം പറയും. അത് കാരണം കൊച്ചി ഭാഗത്തൊന്നും ഇപ്പം IIT IIM ഒരു വിലയില്ല. ഇവൻ കേരള എൻട്രൻസ് ഫസ്റ്റ് റാങ്ക് ആണ്. ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഈ കേരള എൻട്രൻസ് ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് മിത്താന്നാണ്. ഇതൊന്നും കിട്ടിയിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പം ഇത് മേടിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതും കണ്ടത് ഇവനെ കണ്ടപ്പോഴാണ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവനെ ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ അമ്മേനെ പരിചയപ്പെടുത്തി. അമ്മേനെ പരിചയപ്പെട്ട വഴിയാകുമ്പോൾ പറയാം, ഞാൻ കേരള എൻട്രൻസ് ഫസ്റ്റ് റാങ്ക് ആണ്, IIT ആണ്, IIM ആണ്. ഇവൻ്റെ മോന്ത പിടിച്ച് ചുമരുമ വരയ്ക്കണം എന്നായിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചിട്ട് അമ്മ ഇവൻ പോയി കഴിഞ്ഞപ്പോൾ വളരെ ഹാപ്പി. അപ്പം ഞാൻ ചോദിച്ചാൽ, എന്താ അമ്മ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞത്, ഇത്രയും പഠിച്ച് ഇവനൊരു ജോലി ഇല്ലെങ്കിൽ നിനക്ക് ജോലി. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ്റെ പഠിപ്പ് തന്നെയാണ് ഇവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവൻ ഈ IIM കഴിഞ്ഞ പിന്നെ ഇവന് എല്ലാ കാര്യങ്ങൾക്കും ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ വേണം. കാലത്ത് കക്കൂസേ പോകണമെങ്കിൽ വരെ ഇവനൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടാണ് പോണത്. ഇതിനെ ഇവൻ പറയുന്നത് ഡെക്ക് എന്നാണ്. ഞങ്ങളൊരു സ്പോൺസറെ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ അപ്പം ഇവൻ ഡെക്ക് ഉണ്ടാക്കും. അതാ പറഞ്ഞത്, ഞങ്ങൾ ഇപ്പോൾ എടപ്പള്ളി സിഗ്നലിൽ ഞങ്ങളുടെ ബാക്കി എല്ലാ വണ്ടിയും ഈ മൊബൈൽ സ്റ്റാൻഡ് ഒട്ടിക്കുന്ന ചേച്ചി ഞങ്ങളുടെ വണ്ടിയും ഒട്ടിക്കാറില്ല. അവ ഇപ്പോൾ ഗ്ലാസ് താഴ്ത്തിയിട്ട് പറയും, ഞാൻ IIT IIM ആണ്, ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സെല് ചെയ്യാൻ പറ്റും, ഞാനൊരു ഡെക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന്. ഈവൻ ഡേറ്റിങ്ങിന് പോകുമ്പോൾ പോലും ഒരു ഡെക്ക് ഉണ്ടാക്കിയിട്ടാണ് പോണത്. അങ്ങനെ ഈ ഡെക്ക് ഉണ്ടാക്കിയിട്ട് കുറേ പെൺപിള്ളേർ ഇൻട്രസ്റ്റ് ആവും. ഇവൻ്റെ കൂടെ കുറച്ച് നാൾ നടക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഇവൻ്റെ ഡെക്ക് മാത്രമേ കൊള്ളുള്ളൂ. സ്വഭാവം മോശമാണ്. ഡർട്ടി പീപ്പിൾ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇവന്റെ കല്യാണം മുടങ്ങിയാൽ ഇപ്പൊ ആരും കുറ്റം പറയാൻ പറ്റുന്നില്ല. ഇവന്റെ ഡെക്ക് മോശം. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ജോൺ ജോയിൻ്റെ ജീവിതവും യേശുവിൻ്റെ ജീവിതമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ജോൺ ജോ യേശുവിടെ ജീവിതമായിട്ട് സാമ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, ജോൺ ജോ വെള്ളം വീഞ്ഞാക്കുമോ എന്നുള്ളതായിരിക്കും. ജോൺ ജോ വെള്ളം വീഞ്ഞാക്കാറില്ല, പക്ഷെ എല്ലാ ഫ്രൈഡേയും വീഞ്ഞ് വാളാക്കാറുണ്ട്. യേശുവിനെ പോലെ തന്നെ ജോൺ ജോയിൻ്റെ കരിയറും തുടങ്ങിയ 30-ാമത്തെ വയസ്സിലാണ്. യേശുവിൻ്റെ പബ്ലിക് ലൈഫ് തുടങ്ങിയ 30-ാമത്തെ വയസ്സിലാണ്. 33-ാമത്തെ വയസ്സിൽ യേശു കുരിശി കയറി. 33-ാമത്തെ വയസ്സിൽ ജോൺ ജോ കല്യാണം കഴിച്ചു. അനീസിക്ക എന്ന് പറയുന്ന വ്യക്തി 3 മാസമായിട്ട് പുള്ളിക്കാരി
പുള്ളിക്കാരൻ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരൻ 3 മാസമായിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടില്ല, അബ്സ്കോണ്ടിങ് ആണ്. ആക്ച്വലി പുള്ളിക്കാരനെ പറഞ്ഞു വിടുന്ന ലെറ്റർ ഹെഡ് ഓഫീസിൽ നിന്ന് അയച്ചു, പക്ഷെ പുള്ളി പോകാത്തതുകൊണ്ട് ഇതുവരെ ഡെലിവർ ആയിട്ടില്ല. പോസ്റ്റ് ഓഫീസിന് വരെ പോസ്റ്റ് ആക്കിയ ആദ്യത്തെ മനുഷ്യനാണ് അനീസിക്ക. അനീസിക്ക ഇതിനു മുമ്പേ ആക്ച്വലി മാരേജ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. പുള്ളി പക്ഷെ അവസാനം കണ്ട പെൺകുട്ടിയാണെങ്കിൽ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, അനീസിക്ക, ഇക്ക നിങ്ങൾ എത്ര മണിക്കാണ് രാവിലെ പോസ്റ്റ് ഓഫീസ് തുറക്കുന്നതെന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞു, കുട്ടിയുടെ മനസ്സനുസരിച്ച് ഇക്ക എപ്പോൾ വേണമെങ്കിലും പോസ്റ്റ് ഓഫീസ് തുറക്കാം. അതോടെയാണ് അനീസിക്ക് പെണ്ണ് കിട്ടാതെ ആയത്. ഇത് ഭയങ്കര ചളുവാണ്. ബാക്കിയെല്ലാം കിട്ടില്ലായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ ആലോചിക്കുന്നത് പുള്ളിയുടെ പേരൻസിനെ കുറിച്ചിട്ടാണ്. കാരണം അവരുടെ ഒരു കാരണം പുള്ളി കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ പുള്ളി സ്റ്റാൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് നടക്കുമോ, ആള് വരുമോ, തല്ലി കിട്ടുമോ, മൊത്തത്തിൽ. ദീപക് 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 എന്ന് പറഞ്ഞു. ദീപകിൻ്റെ ഫുൾ നെയിം അറിയാമോ? കാരണം ദീപകിൻ്റെ ഫാദറിനെ നിങ്ങൾക്ക് മനസ്സിലാണ്. ദീപകിൻ്റെ ഫുൾ നെയിം അറിയണം. ദീപക് മോഹൻ എന്നാണ് ദീപകിൻ്റെ ഫുൾ നെയിം. പക്ഷേ ദീപകിൻ്റെ എക്സ്പീരിയൻസ് ദീപകിനെ വിളിച്ചുകൊണ്ടിരുന്നത് ദീപക് മോഹന വാഗ്ദാനങ്ങൾ എന്നായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായിക്കാണില്ല എന്തുകൊണ്ടാണ് കല്യാണം മുടങ്ങിയത്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്കായിരുന്നു ഏറ്റവും പാട്. കാരണം ഇത്രയും വലിയ ഷോ ഓർഗനൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരു പോയിന്റിൽ ഞാൻ ഇതിൻ്റെ മാനേജർ നിഷാദും കൂടെ വിചാരിച്ചു, നമുക്ക് ഷോ മാറ്റി വെച്ചിട്ട് ഇവൻ്റെ വീട്ടുകാരെ അവളുടെ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കല്യാണ ഡേറ്റ് ഇതാണ് നടത്തിയേക്കാം. പക്ഷേ ഇവന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അവൻ പറഞ്ഞു, ബാക്കിയുള്ള സ്ഥലം പോലെയല്ല, തിരുവനന്തപുരം അവർക്ക് സ്റ്റാൻഡപ്പ് ഭയങ്കര ഇഷ്ടമാണ്, സ്റ്റാൻഡപ്പ് ഷോ എന്ന് കേട്ടാൽ അവർ മരിക്കും, പ്രത്യേകിച്ച് ദീപക് മോഹൻ എന്ന് കേട്ടാൽ അവർ കൂടുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൻ്റെ ഓരോ കോൺഫിഡൻസിൽ ഇവൻ്റെ ഫുൾ സൈസ് ഫിഗറിൽ ഞങ്ങൾ പോസ്റ്റർ അടിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡപ്പ് ഷോ എന്ന് മാർക്കറ്റ് ചെയ്ത് തിരുവനന്തപുരം സിറ്റി മൊത്തം പോസ്റ്റർ അടിച്ചു. പക്ഷേ തിരുവനന്തപുരംകാർക്ക് ഇവനെ മാത്രമേ ഇഷ്ടമുള്ളൂ, സ്റ്റാൻഡപ്പ് ഷോ ഇഷ്ടമല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ എല്ലാ പോസ്റ്ററിലെ സ്റ്റാൻഡപ്പ് ഷോ എന്ന് എഴുതിയേക്കുന്ന ഭാഗം മാത്രം കീറിക്കളഞ്ഞേക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ ഷോയുടെ പേര് സാധനം കയ്യിലുണ്ടെന്നാണ്. ഇപ്പോൾ പോസ്റ്റർ നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സാധനം കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ദീപക്കൊരു കറുത്ത മൈക്കും പിടിച്ച് നിൽക്കുന്നു. പോസ്റ്ററിലെ മാനേജറിന്റെ നമ്പറിലേക്ക് രാവിലെ കോള് വരുന്നുണ്ട്. മോനെ റഷീദൊക്കെയാണ് പോസ്റ്റർ കണ്ടിക്കണ്, സാധനം പെരുത്ത് ഇഷ്ടമായിക്കണ്. പക്ഷെ ഇവൻ പറഞ്ഞ പോലെ ഇനി ഇങ്ങനൊരു ഷോ ഉണ്ടാവത്തില്ല, കല്യാണത്തിന്റെ പേരിലുള്ള 2-3 സീസൺ ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇനി ഇവന് കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ല. നമ്മളതിന് വേണ്ടിയിട്ട് അടുത്ത അനീസിക്കയുടെ കല്യാണം ഫിക്സ് ചെയ്ത് മുടക്കും. നമ്മളടുത്ത ഷോ ചെയ്യും. എല്ലാരും ദീപക് എല്ലാരും നോക്കുകയാണ്. ദീപക് വിഷമത്തോടെയാണോ നോക്കുന്നത്, സന്തോഷത്തോടെയാണോ നോക്കുന്നത്? Hey, I've seen this one. This is a classic. ഇതുവരെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. എൻ്റെ അടുത്ത് പലരും വന്ന് പറയുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം വരുമ്പോൾ എങ്ങനെ നേരിടുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരുടെയും കാട്ടി വലിയ ദുരന്തം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാനില്ല. അതുകൊണ്ട് കല്യാണം മുടങ്ങിയതൊന്നും ഒരു ദുരന്തമല്ല. അപ്പൊ എനിക്കത് ദുരന്തമായി തോന്നുമ്പോൾ ഞാൻ ഇവരെ നോക്കുന്നതാണ്.